നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അല്ല പിന്നെ അറിയാതെ റൂം ലോക്കായി പോയതാണെങ്കിലോ? എന്ന് വെച്ച് മുറി അടച്ച് അസമയത്ത് ഒന്നിച്ചിരിക്കാനും മാത്രം എന്ത് ബന്ധമാണ് ഇവര് തമ്മിലുള്ളത്? ദേ, എന്റെ തറയിൽ എന്റെ ചട്ടം. അല്ലെങ്കിലും ഇവളുടെ ശ്രമം ഈ കുടുംബം നശിപ്പിക്കാനും ഇവിടെയുള്ളവരുടെ മനസമാധാനം കെടുത്താനും ആണല്ലോ. അതിനെ ഈ സത്യഭാമ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം സമ്മതിക്കില്ല. ഇന്ന് ഇവൾ ഈ വീട്ടിൽ ആരുമല്ല. ദേ, ഇവന്റെ പെണ്ണെ ഈ നിൽക്കുന്ന ഇവളല്ല, ദേ അവളാ. സത്യമേ, ഞാൻ മുറി കയറി. പക്ഷെ മുറി പുറത്തുനിന്ന് പൂട്ടിയത് വേറെ ആരുമാണ്. വൃത്തികിട്ടവളെ, ഇത്ര മോശമായി പ്രവൃത്തി ചെയ്തിട്ടും വീണ്ടും വീണ്ടും നീ ന്യായീകരിക്കുക. ഈ കുടുംബത്തിന്റെ സമാധാനം കെടുത്തിയാലുണ്ടല്ലോ നിന്നെ ചുട്ടുകരിക്കേ വേണ്ടത്. അമ്മേ, അമ്മ ശാലിനി പറഞ്ഞില്ലേ വാതിലേറെ പുറത്തുനിന്ന് പൂട്ടിയുണ്ട്. മിണ്ടി പോകരുത് നീ. കള്ളം പറഞ്ഞ് ഇവളുടെ വക്കാലത്തേറ്റെടുക്കാൻ വരിക. അമ്മ വക്കാലത്തൊന്നല്ല. നിന്നെ ഉപേക്ഷിച്ചവളുടെ ഭാഗം പിടിക്കാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നടാ? സത്യം പറയുന്നേ. വിഷ്ണു, നിന്റെ അധിക പ്രസംഗം കുറച്ച് കൂടുന്നുണ്ട്. നിന്റെ തോന്നിയാസങ്ങൾക്ക് കൂട്ടുപിടിക്കുക എന്നതല്ല എന്റെ ജോലി. നിന്റെ ഭാര്യയെ ഈ നശിച്ച നാണം കെട്ടവളല്ല. ദേ, വാ ഇവിടെ. ദേ, നിന്റെ ഭാര്യയായിട്ട് എല്ലാ അവകാശങ്ങളും നൽകി കുടുംബം അംഗീകരിച്ചത് ദേ ഇവളെയാ. അല്ല, അതൊരു അബദ്ധമായിട്ട് കരുതി പുറക്ക് സത്യമേ. ഒന്നുമില്ലെങ്കിലും ശാലിനി ഒരു നാൾ ഈ വീട്ടിൽ കാലുകുത്തിയതല്ലേ, ആ പരിഗണനയെങ്കിലും കൊടുത്തുകൂടെ? എന്ത് പരിഗണനയാണ് ഞാൻ ഇവൾക്ക് കൊടുക്കേണ്ടത്? ഇവളെയും കാർത്തിക രണ്ട് തട്ടത്തിൽ വെച്ച് തൂക്കിയ തങ്കത്തിന്റെ പൊലിമയോടെ ഈ കാർത്തിക തന്നെയാവും നിൽക്കുന്നത്. ഇവളെ ഈ വീടിന്റെ പടി കടക്കാൻ അനുവദിച്ചതാ ഞാൻ ചെയ്ത തെറ്റ്. ആ തെറ്റ് എനിക്ക് തന്നെ തിരുത്തണം. വാ ഇവിടെ. വരാനല്ലേ നിന്നോട് പറഞ്ഞത്? ഇങ്ങോട്ട് വാടി, വാടി. അമ്മേ, അമ്മ, ഇനി മേലെ വിഷ്ണുവിന്റെ 7 അയൽപക്കത്ത് നീയല്ല, നിന്റെ നിഴല് പോലും കണ്ടുപോകരുത്. ദേ, അതിന് അവകാശപ്പെട്ടവരെ അവന്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കോളും. കേട്ടോടി? ഇറങ്ങി പോയിടുന്ന. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.